ഇലക്ഷൻ ചൂട്? ഇലക്ഷൻ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു. ഈ കാലഘട്ടത്തിലെ ഒരു മാറ്റങ്ങൾ ആവശ്യമാണെന്ന് പൊതുജനങ്ങൾ വിചാരിക്കുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നാണ് പൊതുവെ ഉള്ള ഒരു നിലപാട്. ഒരിക്കലും യോജിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാ ജില്ലകളിലും പോയതല്ലയോ? ഈ പത്തനംതിട്ട ജില്ല കണ്ടോ എത്രയുണ്ടെന്ന്? ഇവിടുത്തെ MP-യുടെ ഗുണമൊക്കെ കൊണ്ടാ. ആരായിരിക്കും ഇവിടെ? ഇവിടെ ഡോക്ടർ തോമസ് ഐസക്. ഉറപ്പാണ്? ഉറപ്പാ. പാർലമെന്റിൽ മത്സരിച്ചപ്പം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഈ തവണ UDF-ന് കിട്ടുമെന്നുള്ള യാതൊരു സംശയമാണ്. ഇവിടെ ആര് ചോദിച്ചാൽ അവരുടെ ആവശ്യങ്ങൾ ആക്കുമെന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പല കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒന്നും പൂർത്തിയാക്കത്തില്ല. ആന്റണി ആണെങ്കിൽ 2019 ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി കല്ലിടി വെച്ചിട്ട് വർഷം 25 പലിശ തിരിച്ചടക്കേണ്ട പൈസ വന്നേക്കുന്നത് കല്ലിടൽ മാത്രമേ അത്ര നടത്തുള്ളൂ. BJP ആണെങ്കിൽ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ആന്റണിയുടെ കഴിവുള്ള പോലെ ഒരു MP-മാരും ഈ പത്തനംതിട്ട അതുകൊണ്ടാണ് വീണ്ടും ആന്റണി 1 ലക്ഷം വോട്ടിന്റെ പുരുഷ ജയിച്ചിരിക്കും. ആന്റണി വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് വോട്ട് കിട്ടും. ആന്റണി അനിൽ കെ ആന്റണി, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഒരിക്കലും പറ്റില്ല. AK ആന്റണിയുടെ മോനല്ലയോ മുഖ്യമന്ത്രിയുടെ? അവൻ എത്ര BJP-യുടെ കഴിഞ്ഞ പ്രാവശ്യം രമേശ് പിടിച്ച പകുതി വോട്ട് BJP പിടിക്കത്തില്ല. വെല്ലുവിളിയാണ്. ഡോക്ടർ തോമസ് ഐസക് ജയിക്കത്തുള്ളൂ. ഇവര് വോട്ട് കൊടുക്കുന്ന പുള്ളിക്കാർക്ക് കാര്യം ഒരു ലോറി തിരിയാൻ പോലും പറ്റത്തില്ല. ഇതുവഴി അതിന്റെ കുടുംബസ്ഥലത്താണ് പത്തനംതിട്ട ജില്ല. ലോറി സ്ഥലം കൊടുക്കാതെ ഒരിക്കലും വന്നോ? നിങ്ങൾ സമ്മതിക്കോ? അല്ലല്ല, ഞാൻ സമ്മതിക്കില്ല. ചേട്ടാ, കുറച്ച് വെള്ളം വേണോ? വേണ്ട. ആന്റണി. അപ്പൊ താങ്ക് യു. അപ്പൊ അങ്ങനെ ചൂട് പിടിച്ച രാഷ്ട്രീയ ചർച്ച നമ്മൾ ഒരു ചോദ്യം ഇട്ടപ്പോഴത്തേക്ക് അവിടെ നിറച്ച ആള് കൂടി. എന്റെ സംശയം അതല്ല കേട്ടോ, ഇനി അവര് തമ്മിൽ അടിയാവുന്ന വിടാനല്ലേ പറഞ്ഞത്? വിടുമായിരിക്കും. അതെ. അപ്പൊ അവിടെ ഒരു തീരുമാനമാക്കിയിട്ടാണ്. പത്തനംതിട്ടയിൽ എത്ര കടുത്ത പോരാട്ടമാണ് എന്നതിന്റെ സൂചന കൂടിയാണ് പ്രതികരണങ്ങൾ. അവിടെ അതിന് ശേഷം എന്തായി എന്തോ ഉണ്ടാവില്ല. നോക്കാം.